പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി ഹഖ്ഖ ഹംദിഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദിഹി വബഅദ്. സ്നേഹ സമ്പന്നരായ പഠിതാക്കളെ, ശ്രോതാക്കളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 174 വചനമാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് തുടർന്നുള്ള ഈ 175 വചനം. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഉലൈകല്ലദീന ഇശ്തറൗ ളലാലത ബിൽ ഹുദാ വൽ അദാബ ബിൽ മഗ്ഫിറ ഫമാ അസ്ബറഹും അലന്നാർ. മുമ്പ് പറഞ്ഞ ആയത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ആയത്തിൻ്റെയും വിഷയം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഉലൈക് എന്ന് പറഞ്ഞു. ഉലൈക് നമുക്കറിയാം, തൊട്ടുമുമ്പത്തെ വചനത്തിലും ഉലൈക് വന്ന് തൊട്ടുമുമ്പത്തെ വചനം ഇതായിരുന്നു. ഇവിടെ പറഞ്ഞ ഉലൈക് നമ്മൾ പറഞ്ഞു, അള്ളാഹു അവതരിപ്പിച്ചത് കിതാബിൽ നിന്ന് മറച്ചു പിടിച്ചവർ, പിന്നെ യശ്റൂൻ തുച്ഛമായ വില വാങ്ങിയവർ. ഉലായിക്ക് എന്നാണ് പ്രയോഗിച്ചത്. അക്കൂട്ടർ എന്നർത്ഥം തരേണ്ട ഉലായിക്ക്, പക്ഷേ അക്കൂട്ടരെ ഗൗരവത്തിൽ വായിക്കാൻ ഹ ഉലായി എന്ന് പറയേണ്ടിടത്ത് ഉലായിക്ക് എന്നാണ് പ്രയോഗിച്ചത്, ഇക്കൂട്ടർ എന്ന ഉദ്ദേശത്തിൽ. ഇതേ ഉദ്ദേശത്തിൽ തന്നെയാണ് ഇവിടെയും ഉലായിക്ക്. അപ്പോൾ ഈ ഉലായിക്ക്, ഇക്കൂട്ടർ എന്ന് പറഞ്ഞാൽ അല്ലദീന യക്തുമൂൻ, മറച്ചു പിടിച്ചവർ, പൂഴ്ത്തിയവർ. അതേപോലെ വയശ്തറൂൻ, തുച്ഛമായ വില വാങ്ങിയവർ. അവർ അല്ലദീന ഇശ്തറൗ ളലാലത ബിൽ ഹുദാ, എങ്ങനെയുള്ളവരാണ് അവർ? ഇശ്തറൗ, അവർ വാങ്ങിച്ചു, അദ്ദലാലത, ദലാലത്തിനെ വാങ്ങിച്ചു, ബിൽ ഹുദാ, ഹുദക്ക് പകരമായി. ഇബ അൽ ഇവദ് എന്ന് പറയും, പകരം എന്ന അർത്ഥത്തെ തരുന്ന ബ ആണ്. അപ്പോൾ അൽ ഹുദ എന്നതിന് പകരമായി അദ്ദലാലത്തിനെ വാങ്ങിച്ചു, അവർ വാങ്ങിച്ചു. അങ്ങനെയുള്ളവരാണ് ഇക്കൂട്ടർ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവരെക്കുറിച്ച് പറയുന്നത്. വൽ അദാബ, അവർ അദാബിനെയും വാങ്ങി, ശിക്ഷയെ, ബിൽ മഗ്ഫിറത്തി, മഗ്ഫിറത്തിന് പകരമായി. ഇതേ ബായാണ് ഇവിടെയും. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ അപരാധം ചെയ്തവർ, രണ്ട് കടുത്ത അപരാധമാണല്ലോ, യക്തുമൂൻ, യശ്തറൂൻ, അവർക്ക് കൊടിയ ശിക്ഷയാണ് പറഞ്ഞത്. 4 എണ്ണം അത് നമ്മൾ പഠിച്ചു പോയി. മയ കുലൂന ഫീ ബുത്തൂനിഹിം ഇല്ലന്നാർ, പിന്നെ വല യുകല്ലിമുഹുമുല്ലാഹ് വല യുസക്കീഹിം, പിന്നെ വലഹും അദാബുൻ അലീം. എത്ര ഗൗരവപ്പെട്ട വിഷയമാണിത് എന്ന് ഈ ശിക്ഷകളുടെ വൈവിധ്യങ്ങൾ നമ്മളോട് പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല എന്തുകൊണ്ട് ഇത്തരം ഗൗരവമായ ശിക്ഷ, കടുത്ത ശിക്ഷ ഇവർക്ക് അറിയിച്ചു? ഇവർ സൂക്ഷിക്കാൻ, കാലേ കൂട്ടി ബോധവൽകൃതരാകാൻ എന്തിനാണ് ഇത് അറിയിച്ചത്? അവർ ചെയ്യുന്ന അപരാധം അതത്രമേൽ കടുത്തതാണ് എന്നറിയിക്കാനാണ് ഈ വചനം അല്ലാഹു സുബ്ഹാനഹു വതആല അനുബന്ധമായിട്ട് പറഞ്ഞത്. അല്ലാഹു പ്രയോഗിച്ച് നോക്കൂ നിങ്ങൾ, ഉലൈകല്ലദീന ഇശ്തറൗ, ഇവർ ആരാണ്? ഇവർ വാങ്ങുന്നവരാണ്, വാങ്ങിയവരാണ്. ഇഷ്തറ എന്നാണ് പ്രയോഗിച്ചത്. അവർ വഴികേടിനെ തങ്ങൾക്ക് തിരഞ്ഞെടുത്തവരാണ്, അദാബിനെയും തങ്ങൾക്ക് ആഗ്രഹിച്ച് തിരഞ്ഞെടുത്തവരാണ്. നമ്മൾ വാങ്ങൽ ഒരു സംഗതി കാശ് കൊടുത്ത്, വില കൊടുത്ത് ഒരു സംഗതി വാങ്ങൽ, ആ വാങ്ങുന്ന സാധനം നമുക്ക് ആവശ്യമാണ്, നമുക്കത് ഇമ്പമാണ്, ഇഷ്ടമാണ്, അതിനോട് നമുക്ക് താല്പര്യമാണ്, അപ്പോഴാണല്ലോ നമ്മൾ വാങ്ങുക. ഈ ആളുകൾ അവർ തങ്ങൾക്ക് താല്പര്യപൂർവ്വം വാങ്ങുന്നത് എന്തിനെയാണ്? താല്പര്യപൂർവ്വം അവർ തിരഞ്ഞെടുക്കുന്നത് വഴികേടിനെയാണ്, അതേപോലെ അദാബിനെയുമാണ്. അതവർ വാങ്ങുമ്പോൾ അവർ കൊടുത്താണ് കൊള്ളുന്നത്. കൊടുക്കുന്നത് ഹുദയാണ്, കൊടുക്കുന്നത് മഗ്ഫിറത്തുമാണ്.
അപ്പോൾ ബോധപൂർവം ഇവർ വഴികേട് വാങ്ങുന്നു, അദാബ് ചോദിച്ചു വാങ്ങുന്നു. തങ്ങൾക്ക് സ്വാർത്ഥമാകേണ്ടത് അവർ പണയപ്പെടുത്തുന്നു, അതിലവർ വിരക്തരാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വലാലത്ത് എന്ന് പറഞ്ഞത് ഇവരുടെ പൂഴ്ത്തിവെപ്പാണ്. തുച്ഛമായ വില അവർ കൊള്ളലുമാണ് ആ പൂഴ്ത്തിവെക്കുന്നതിന് പകരം. അതാണ് ഈ അബ്വലാല. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ പൂഴ്ത്തിവെച്ച് കൊള്ളുന്നതിനെ അദാബ് എന്നാണ് പറഞ്ഞത്, ശിക്ഷ എന്ന്. അവരറിഞ്ഞത് പറയുകയും പ്രചരിപ്പിക്കുകയുമാണ് വേണ്ടിയിരുന്നത്. അതാണ് അവരെന്ത് ചെയ്യുന്നത്? വലി കഴിച്ച് പൂഴ്ത്തിവെക്കലിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അൽ-ഹുദ എന്ന് പ്രയോഗിച്ചത് വിജ്ഞാനം ഉൾക്കൊണ്ടത്, അറിഞ്ഞത് പറയലും പകരലും പ്രചരിപ്പിക്കലുമാണ്. പക്ഷെ അവർ എന്ത് ചെയ്തു? അതിനെ തമസ്കരിച്ച് പൂഴ്ത്തിവെക്കുന്നതിനെ, മറച്ചു പിടിക്കുന്നതിനെ അവർ തങ്ങൾക്ക് വാങ്ങിച്ചു, തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെയും അറിവ് പറഞ്ഞാൽ, അറിവ് പകർന്നാൽ, പ്രചരിപ്പിച്ചാൽ, പ്രത്യേകിച്ച് പറയേണ്ടിടത്ത്, പ്രചരിപ്പിക്കേണ്ടിടത്ത്, പരസ്യമാക്കേണ്ടിടത്ത് അറിവ് പകർന്നാൽ, പറഞ്ഞാൽ അള്ളാഹു അൽ മഗ്ഫിറത്ത്, അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനാണ് കനിയുക. പക്ഷേ ഇവർ അത് തങ്ങൾക്ക് വേണ്ടെന്ന് വെച്ച് അറിവ് പകരാതിരുന്നാൽ, പൂഴ്ത്തിയാൽ ഉള്ള ശിക്ഷ ഉൽജിമ ബിലിജാമി മിനന്നാർ എന്ന് പറഞ്ഞില്ലേ, നരകത്തിൻ്റെ കടിഞ്ഞാൺ വീഴ്ത്തപ്പെടുന്നു പറഞ്ഞില്ലേ, വെക്കപ്പെടുന്നു പറഞ്ഞില്ലേ, അതുപോലത്തെ അദാബ്, ശിക്ഷകൾ, അതാണ് ഇക്കൂട്ടർ തങ്ങൾക്ക് തിരഞ്ഞെടുത്തത്. ഇതാണ് ഇവിടെ ഈ ആയത്തിൻ്റെ ഉദ്ദേശമായി പറയപ്പെട്ടത്. നമുക്ക് വിശുദ്ധ ഖുർആനിൽ ഇതിന് മുമ്പ് സൂറത്തുൽ ബഖറയിൽ ഈ പ്രയോഗം വന്നിട്ടുണ്ട് രണ്ടിടത്ത്. ഒന്ന് സൂറത്തുൽ ബഖറയിലെ 16-ാം ആയത്ത്, ഉലൈക അല്ലദീന ഇശ്തറൗ ളലാലത ബിൽ ഹുദ ഫമാ റബിഹത് തിജാറതുഹും വമാ കാനൂ മുഹ്തദീൻ. കപട വിശ്വാസികളുമായി ബന്ധപ്പെട്ടും വേദക്കാരുമായി ബന്ധപ്പെട്ടും മറ്റുമൊക്കെ നമുക്ക് വന്ന വചനമാണ്. അവിടെ നമ്മൾ ഈ ഒരു വിഷയം പറഞ്ഞു പോയിട്ടുണ്ട്. അതേപോലെ വേദക്കാരുമായി ബന്ധപ്പെട്ട് തന്നെ സൂറത്തുൽ ബഖറയിലെ 86-ാം വചനം, ഉലൈക അല്ലദീന ഇശ്തറൗൽ ഹയാത്തദ് ദുനിയ ബിൽ ആഖിറ. ഇവിടെയും ഈ വിഷയം പറഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ ഇവിടെ ആഖിറത്തിന് പകരം ദുനിയാവ് വാങ്ങിച്ചവർ എന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മുടെ ആയത്തിൽ വന്നതുപോലെ തന്നെ ഹുദക്ക് പകരം ദലാലത്ത് വാങ്ങിച്ചതിനെ കുറിച്ചാണ് പറഞ്ഞത്. അവിടെ നമ്മൾ ഈ ഒരു വിഷയം കുറേ പ്രതിപാദിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിശദമായിട്ടുള്ള ഒരു പഠനം ഈ പദപ്രയോഗങ്ങളിൽ ഇപ്പോൾ നമുക്ക് ഇല്ല. പഠിതാക്കൾ അതൊക്കെ മനസ്സിലാക്കി പോയ വിഷയമാണ്. നമ്മൾ ഇത് സവിസ്തരം പറഞ്ഞു പോയതുമാണ്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെന്താ? ഈ വിഭാഗം ആളുകളുടെ അന്യായം, അക്രമം, അത് അവരുടെ സ്വന്തങ്ങളോട് വേദഗ്രന്ഥം പഠിക്കാൻ അവസരം ലഭിച്ചവരാണ്. വേദഗ്രന്ഥങ്ങളിൽ വന്ന വിഷയങ്ങളും വിധികളും സുവിശേഷങ്ങളും മനസ്സിലാക്കിയവരാണ്. അത് തങ്ങളുടെ അനുയായികളോടും മറ്റുള്ളവരോടുമൊക്കെ പറഞ്ഞു നടന്നിരുന്ന ആളുകളാണ്. ഈ ആളുകളാണ് തങ്ങൾ ചെയ്യുന്നത് അത്യന്തം അപകടകരമായ കാര്യമാണ്, കുറ്റമാണെന്നറിഞ്ഞിട്ടും ഇങ്ങനെ അറിഞ്ഞത് തമസ്കരിക്കുന്നത്, പൂഴ്ത്തുന്നത്. ഇവിടെ നോക്കി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രയോഗം, അല്ലദീന ഇശ്തറൗ ളലാലത ബിൽ ഹുദ വൽ അദാബ ബിൽ മഗ്ഫിറ. ഇവർ അബദ്ധത്തിൽ ചെന്ന് ചാടുകയല്ല, അജ്ഞതയാൽ ഉഴലുകയുമല്ല, പിന്നെയോ സ്വബോധത്തോടുകൂടി, അറിവോടുകൂടി ഇവർ പ്രവർത്തിക്കുകയാണ്. നമുക്കറിയാം ഈ അബദ്ധത്തിൽ വന്നു പോകുന്നത് ബോധപൂർവമല്ലാതെ സംഭവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ കനിവുള്ളവനും കരുണാമയനും പൊറുക്കുന്നവനും മറക്കുന്നവനുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ശിക്ഷിക്കില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹയാത്തിൽ തന്നെ ഒരു സംഭവം നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. ഒരു യുദ്ധയാത്ര കഴിഞ്ഞ് സഹാബത്തിനോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ മദീനയിലേക്ക് വരികയാണ്. യാത്ര ക്ഷീണവും അവശതയും വളരെയധികമുണ്ട്. അതുകൊണ്ട് തന്നെ സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞല്ലോ, അറസ്തബിന, നമ്മളൊന്ന് വിശ്രമിച്ചിരുന്നുവെങ്കിൽ, രാത്രിയുടെ സമയമാണ്, അപ്പോൾ വിശ്രമിച്ചെങ്കിൽ.
അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറയുന്നുണ്ട്, ഇന്നി അഖാഫു അൻ തനാമു അനിസ്സല, ഈ ക്ഷീണത്തിൽ കിടന്ന ഫജർ നിസ്കാരത്തെ തൊട്ട് ഉറങ്ങിപ്പോകുമോ എന്ന പേടിയുണ്ട്. ഫമൻ യൂഖിദുന ലിസ്സല, നിസ്കാരത്തിന് ആര് വിളിച്ചുണർത്തും? ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം. അപ്പോൾ ബിലാൽ റളിയല്ലാഹു തആല തയ്യാറാകുന്നുണ്ട്, യാ റസൂൽ അല്ലാഹ് തിരുദൂതരെ, ഞാൻ വിളിച്ചുണർത്താം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് വിശ്രമിക്കാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒരിടത്ത് തൻ്റെ തല വെച്ച് കിടന്നു. അപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇഹ്ഫദു അലൈനാ സലാത്തന, സലാത്തുൽ ഫജർ നിസ്കാരം അത് ഉറങ്ങി പാഴാക്കാൻ പാടുള്ളതല്ല, അതിന് വിളിച്ചുണർത്തണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കിടന്നുറങ്ങി, എല്ലാവരും ഉറങ്ങിപ്പോയി. ബിലാൽ റളിയല്ലാഹു തആല അൻഹു വിളിച്ചുണർത്താൻ ഉറക്കം ഒഴിവാക്കിയിരുന്ന അദ്ദേഹം എല്ലാവരെക്കാളും ഊക്കിൽ ഉറങ്ങി എന്നുള്ളതാണ് ചരിത്രം. ഫമാ ഐഖദന ഇല്ലാ ഹർറു ഷംസ് എന്ന ഹദീസിൽ കാണാം, സൂര്യൻ്റെ ചൂടേറ്റാണ് ഞങ്ങൾ ഉണർന്നത് എന്ന അർത്ഥത്തിൽ. ചില നിവേദനങ്ങളിൽ ആദ്യം ഉണർന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്നാണ്. മറ്റു ചില നിവേദനങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആദ്യം ഉണർന്നത് എന്ന് കാണാം. എന്തായാലും യാ ബിലാൽ മാ ഖുൽതലന, എന്നിട്ട് ചോദിച്ചു, ബിലാൽ എന്താ നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞിരുന്നത്? ഞാൻ ഉണർത്താമെന്നല്ലേ? ബിലാൽ റളിയല്ലാഹു തആല പറയുകയാണ്, ബി അബി അൻത യാ റസൂലല്ലാഹ്, അഖദ ബിനഫ്സി അല്ലദീ അഖദ ബിനഫ്സിക് വല്ലദീ ബഅസക ബിൽ ഹഖ് മാ ഉൽഖിയത് അലയ്യ നൗമത്തുൻ മിസ്ലുഹ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്താണ് പിടികൂടിയത്, അത് തന്നെയാണ് എന്നെയും പിടികൂടിയത്. ഇതുപോലത്തെ ഒരു ഉറക്കം എൻ്റെ അളവിലുണ്ടായിട്ടില്ല എന്നൊക്കെ സത്യം ചെയ്താണ് കേട്ട് അദ്ദേഹം പറഞ്ഞു എന്നാണ്. ഏതായാലും അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടല്ലോ, ഇന്നല്ലാഹ ഖബദ അർവാഹക്കും ഹീന ശാ വറദ്ദഹ അലൈക്കും ഹീന ശാ, അള്ളാഹു നിങ്ങളെ ആത്മാക്കളെ അള്ളാഹു ഉദ്ദേശിച്ച പിടികൂടി, അവനുദ്ദേശിച്ചപ്പോൾ അതിനെ തിരിച്ചു നൽകി. ഇന്നക്കും കുൻതും അംവാത, നിങ്ങളൊക്കെ ജീവനറ്റ് ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. ഫറദ്ദല്ലാഹു ഇലൈക്കും അർവാഹക്കും, ഇപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ അർവാഹിനെ ആത്മാക്കളെ തിരിച്ചു തന്നിരിക്കുന്നു. ലാ ദൈർ, കുഴപ്പമില്ല. ഇർതഹിലു തനഹു അൻ ഹാദൽ മക്കാൻ ഫൈന ഹാദ മൻസിലുൻ ഹദർന ഫീഹി ഷൈത്താൻ, ഈ സ്ഥലത്ത് നിന്ന് മാറി നമുക്ക് നിസ്കരിക്കാം, ഈ സ്ഥലം നമ്മളോടൊപ്പം ഷൈത്താൻ സന്നിഹിതമായ സ്ഥലമാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ ബിലാൽ ഖും ഫഅദ്ദിൻ ബിസ്സല, പിന്നെ ബിലാലിനോട് വീണ്ടും നിസ്കാരത്തിന് ബാങ്ക് വിളിക്കാനൊക്കെ ആവശ്യപ്പെട്ട ചരിത്രം. ഏതായാലും ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താ, എല്ലാവരും യാത്രാ ക്ഷീണത്തിൻ്റെ ആ സന്ദർഭത്തിൽ അവശമായ അവസ്ഥയിൽ ഉറങ്ങിപ്പോയി. അബദ്ധം, ബോധപൂർവമല്ല. ഇതുപോലത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുന്നവനും മറക്കുന്നവനും മാപ്പാക്കുന്നവനും ആണ് എന്നുള്ളതാണ്. റബ്ബന ലാ തുആഖിദ്ന ഇൻ നസീന ഔ അഖ്തഅന, ഞങ്ങൾ മറന്ന് ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകൾ, അല്ലെങ്കിൽ അബദ്ധത്തിൽ ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകൾ ഞങ്ങളുടെ നാഥ നീ ഞങ്ങൾക്ക് പൊറുക്കണമേ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫഅൽതു എന്നാണ്, ഞാൻ പുറത്തിരിക്കുന്നു എന്നാണ്. അബദ്ധം അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കും, പക്ഷേ സുബദ്ധം, ബോധപൂർവം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പിടികൂടും. ഇവിടെ ഈ ആളുകൾ, ഞാൻ ഇത് പറഞ്ഞത് അറിഞ്ഞുകൊണ്ട്, തങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കിയ യാഥാർത്ഥ്യങ്ങളെ ഇവർ പൂഴ്ത്തുകയും ഒളിപ്പിക്കുകയും ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെയാണ് അദ്ദലാലത്ത്, വഴികേടെന്ന് പറഞ്ഞത്. അറിഞ്ഞത് പറയലും പകരലും അത് അൽഹുദയാണ്, സന്മാർഗമാണ്. പക്ഷേ അതിനെ അവർ വിറ്റ് ദലാലത്തിനെ അവർ വാങ്ങി. അറിഞ്ഞത് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനമാണ്. അതിനവർ തങ്ങൾക്ക് വേണ്ടെന്ന് വെച്ച് പൂഴ്ത്തിയാലുള്ള ശിക്ഷ അതിനെ അവർ തങ്ങൾക്ക് വാങ്ങി എന്നുള്ളതാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. അതിനാൽ എന്താ തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫമാ അസ്ബറഹും അലന്നാർ. ഇവിടെ അതിന് ഫൗൽ ഫസീഹ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇക്കൂട്ടർ അതിനാൽ നരകത്തിൽ കത്തും, നരകത്തിൽ കിടന്നെരിയും. അതാണ് അറിയിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുകയാണ്, മാ അസ്ബറഹും അലന്നാർ, നരകത്തി അതനുഭവിക്കുന്നതിൽ, അതിൽ കത്തുന്നതിൽ, കിടന്നെരിയുന്നതിൽ അവർക്ക് എന്തൊരു ക്ഷമയാണ്. മാ അസ്ബറഹും, ഇവിടെ മാ എന്നുള്ള ഈ അക്ഷരം അല്ലെങ്കിൽ ഈ പദം അത് രണ്ട് നിലക്ക് വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന് മാ തഅജ്ജുബിയ എന്ന് പറയും, അല്ലെങ്കിൽ മാ ഇത് ഇസ്തിഫാമിയ എന്ന് പറയും.
എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശം അർത്ഥമാക്കുന്നത്? മാ തഅജ്ജുബിയ എന്ന് പറയുമ്പോൾ ആശ്ചര്യം കൊള്ളുകയാണ്. ആര്? നരകത്തീയിൽ ഇവർ കത്തുന്നതിനെ, അള്ളാഹു നമ്മളെയൊക്കെ നരകത്തും കാക്കുമാറാവട്ടെ, കാണുന്ന അറിയുന്ന ആൾ അവരുടെ ആ ശിക്ഷ കണ്ട് അതിനുള്ള പ്രതികരണമാണ് മാ അസ്ബറഹും അലന്നാർ. നരകത്തീയിൽ കിടന്നെരിയാൻ അവർക്ക് എന്തൊരു ക്ഷമയാണ്. അതാണ് അതിൻ്റെ ഉദ്ദേശം തഅജ്ജുബിയ എന്ന് പറയുമ്പോൾ. ചിലർ പറഞ്ഞത് മാ അസ്ബറഹും അല അമലി യുഅദ്ദീഹിം ഇലന്നാർ, നരകത്തീയിലേക്ക് അവരെ എത്തിക്കുന്ന ഇപ്പണി ചെയ്യാൻ അവർക്ക് എന്തൊരു ക്ഷമയാണ്. അപ്പോൾ അവർ നരകത്തിൽ കത്തുന്നത് നരകശിക്ഷ ഏൽക്കുന്നതിൽ, അനുഭവിക്കുന്നതിൽ, നരകത്തിൽ കിടന്നെരിയുന്നതിൽ അവർക്ക് എന്തൊരു ക്ഷമയാണ്. അങ്ങനെ അർത്ഥം പറഞ്ഞവരുണ്ട് മാ തഅജ്ജുബിയ പ്രകാരം. അല്ലെങ്കിൽ നരകത്തിലേക്ക് എത്തിക്കുന്ന അമൽ, കർമ്മം, അത് ചെയ്യുന്നതിൽ അവർക്ക് എന്തൊരു ക്ഷമയാണ് എന്ന അർത്ഥം പറഞ്ഞവരുണ്ട്. ചിലർ പറഞ്ഞത് ഈ സബർ എന്നതിന് ധാർഷ്ട്യം അതേപോലെ തന്നെ ധൈര്യം എന്ന അർത്ഥത്തിനും സബർ പ്രയോഗിക്കും. അലി ഇബ്നു ഹംസ അൽ ഖിസായി ഒരു സംഭവം കൊടുക്കുന്നുണ്ട്. ഒരു ആറാബി അയാളുടെ മുമ്പിൽ വന്നിട്ട് ഒരു വ്യക്തി കള്ളസത്യം ചെയ്ത്. അപ്പോൾ ആറാബി പ്രതികരിച്ചു എന്നാണ്, മാ അസ്ബറക അലല്ലാഹ്, ഈ കള്ളസത്യം അള്ളാഹിൻ്റെ പേര് പറഞ്ഞിട്ട് ചെയ്യാൻ നിനക്ക് എന്തൊരു ധൈര്യമാണ്, നിൻ്റെ ധൈര്യം അത്ഭുതമാണ് എന്ന്, അല്ലെങ്കിൽ നിൻ്റെ ധാർഷ്ട്യം അത്ഭുതമാണ് എന്ന അർത്ഥത്തിൽ പറഞ്ഞു എന്നാണ്. മാ അസ്ബറക് എന്ന് പറഞ്ഞാൽ മാ അജ്റഅക് എന്ന അർത്ഥത്തിൽ, ധാർഷ്ട്യം, ധൈര്യം എന്ന അർത്ഥത്തിൽ. അപ്പോൾ പിന്നെ ആ നിലക്കും ഇവിടെ പറഞ്ഞിട്ടുണ്ട് നരകശിക്ഷ ഏൽക്കാൻ ഇവർക്ക് എന്തൊരു ധാർഷ്ട്യമാണ്, എന്തൊരു ധൈര്യമാണ് എന്ന അർത്ഥത്തിലും. അപ്പോഴും ഈ തഅജ്ജുബിയ പ്രകാരം, മാ തഅജ്ജുബിയ എന്ന പിന്നെ അർത്ഥപ്രകാരമാണ് ഈ അർത്ഥങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ മറ്റൊരു പിന്നെ അർത്ഥം ഈ മാ ഇസ്തിഫാമിയ, ചോദ്യത്തെ ദ്യോതിപ്പിക്കാൻ. അപ്പോൾ എന്താ അർത്ഥം? മാ അസ്ബറഹും അലന്നാർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവരെ ക്ഷമിപ്പിക്കുന്നത്? മല്ലദി അസ്ബറഹും അലന്നാർ, നരകത്തെ സഹിക്കാൻ, നരകത്തിൽ കിടന്നെരിയാൻ ഇവർക്ക് ക്ഷമ നൽകുന്നത് എന്ത് കാര്യമാണ്, എന്ത് വിചാരമാണ്, വിശ്വാസമാണ്, എന്ത് പ്രേരണയാണ് എന്നൊക്കെ അർത്ഥത്തിൽ. അപ്പോൾ അവിടെ ആശ്ചര്യമല്ല, അവിടെ ഇസ്തിഫാമിയയാണ്, ചോദ്യത്തെ ദ്യോതിപ്പിക്കാനാണ് എന്ന അർത്ഥത്തിൽ. ഇങ്ങനെയൊക്കെ ഈ മായയുടെ നിർണയത്തിൻ്റെ അഭിപ്രായ വ്യത്യാസത്തിനനുസരിച്ച് ഇവിടെ ഈ ആയത്തിൻ്റെ ആശയങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. ഇവിടെ കൂടുതൽ പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടത് മാ തഅജ്ജുബിയയാണ്. മാ അസ്ബറഹും അലന്നാർ, നരകശിക്ഷയിൽ കിടന്നെരിയുമ്പോൾ ഇവർക്ക് എന്തൊരു ക്ഷമയാണ് എന്ന അർത്ഥത്തിൽ. ഇവർ നരകത്തിലെത്തിയിട്ടുമില്ല, നരകത്തിൽ കിടന്നിട്ടുമില്ല, അവിടെ എരിയുന്നുമില്ല, അത് വരാനിരിക്കുന്ന വിഷയമാണ്. ഇത് സംഭവിക്കുമ്പോഴാണ് ഈ ആശ്ചര്യം കൂറലുണ്ടാവുക. ആശ്ചര്യം കൂറുന്നവൻ അള്ളാഹു ആകട്ടെ, അതല്ലെങ്കിൽ വിശ്വാസികളാകട്ടെ. നമുക്കതിലേക്ക് വരാം, ആരാണ് ആശ്ചര്യം കൂറുന്നത് ഇവിടെ എന്ന അർത്ഥത്തിൽ. പക്ഷേ ഇവിടെ വരാനിരിക്കുന്ന ഒരു വിഷയത്തെ ഭവിച്ചതെന്ന നിലക്ക്, ആ ഭവിച്ചതിന് സാക്ഷികളായി അത്ഭുതം കൂറുന്നവർ എന്ന നിലക്കാണ് അവതരണം. തങ്ങളുടെ കൺമുമ്പിൽ കാണുന്ന ഒരു കാര്യം കണ്ടിട്ട് അതിനോട് ഇവർക്ക് എന്തൊരു ക്ഷമയാണ് എന്ന് ദർശിക്കുന്നവർ ആശ്ചര്യം കൂറുന്ന രീതിയിലാണുള്ള അവതരണം. പക്ഷേ ഇത് വരാനിരിക്കുന്നതാണ്. പണ്ഡിതന്മാർ പറയുന്നു, ഈ അറബി സാഹിത്യത്തിൽ ചില പ്രയോഗങ്ങളുണ്ട്. ഉസൂലിലും നിദാനശാസ്ത്രങ്ങളിലും ഇത് പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ജഅലുൽ മുഹഖഖുൽ ഹുസൂൽ ഫിൽ മുസ്തഖ്ബൽ ബിമൻസിലത്തിൽ ഹാസിൽ, അതാണ് ഒന്ന്. തൻസീലു ഗൈരിൽ വാഖിഅ മൻസിലത്തൽ വാഖിഅ, അത് മറ്റൊന്ന്. അത്തഅബീറു അനിൽ മുസ്തഖ്ബൽ ബിലഫ്ദിൽ മാദി, അത് വേറൊരു പ്രയോഗം. വതൻസീലുൽ മുതഖയ്യൽ മൻസിലത്തൽ മുഷാഹദ്, അതേപോലെ തൻസീലുൽ മഹ്സൂലുൽ മുതഹഖിഖ് മൻസിലത്തൽ ഹാസിൽ. ഇതൊക്കെ ഒരേ അർത്ഥത്തിൽ, ആശയത്തിൽ വിവിധ പ്രയോഗങ്ങളാണ്. ഭാവിയിൽ ഭവിക്കുമെന്ന് ഉറപ്പുള്ള ഒരു സംഗതി, അതിനെ ഭവിച്ചെന്ന് തീർത്തു പറയുക, അല്ലെങ്കിൽ ഭവിച്ചതായി അവതരിപ്പിക്കുക, അത് അറബി സാഹിത്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതാണിവിടെ. ഇത് ഭാവിയിൽ വരാനിരിക്കുന്നതാണ്. ഖൽ ഹുസൂൽ ഫിൽ മുസ്തഖ്ബൽ, ഇത് വാഖിഅ അല്ല, നിലവിൽ സംഭവിച്ചതല്ല. അതേപോലെ ഇത് മുതഖയ്യലാണ്,
വരാനിരിക്കുന്നത് ഭാവനയിൽ വിരിയുന്നൊരു വിഷയമാണ്. പക്ഷേ ഇതിന് വാക്കയായി സംഭവിച്ചതായി, അതേപോലെ മുഷാഹദായി ദർശിച്ചതായി, അതേപോലെ ഹാസിലായി സംഭവിച്ചതായിട്ട് എന്തു ചെയ്യുക, അവതരിപ്പിക്കുക. അതാണ് ഇവിടെ. ഇത് സംഭവിച്ചിട്ട് അത് കണ്ട ആശ്ചര്യത്തിൻ്റെ ഒരു വിഷയമല്ല. പിന്നെയോ ഇത് വരാനിരിക്കുന്നതാണ്, പക്ഷേ അത് സംഭവിക്കുമെന്നുള്ളത് ഉറപ്പാണ്, തീർപ്പാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പ്രയോഗം ഇവിടെ നടത്തിയത് എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള മറ്റൊരു വിഷയം, ഇവിടെ ആശ്ചര്യം കൂറുന്നത് ആരാണ്? ഫമാ അസ്ബറഹും അലന്നാർ എന്നിടത്ത് ഇതൊരു ആശ്ചര്യപ്രയോഗമാണെന്ന് പറഞ്ഞു. മാ തഅജുബിയയാണ്, അവർക്ക് എന്തൊരു ക്ഷമയാണ്. അപ്പോൾ ഇവിടെ ആശ്ചര്യം കൂറുന്നത് ആരാണ്? ഒരു വിഭാഗം പറഞ്ഞു ഇവിടെ ആശ്ചര്യം കൂറുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അള്ളാഹുവിൻ്റെ പൂർണ്ണതക്കും മഹത്വത്തിനും അനുസരിച്ച് അള്ളാഹു ഇവിടെ ആശ്ചര്യം കൂറുകയാണ്. നമ്മൾ ആശ്ചര്യം കൂറുന്നത് പോലെയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്ചര്യം കൂറുക, അത്ഭുതപ്പെടുക എന്നുള്ളത് അള്ളാഹിൻ്റെ സിഫാത്തിൽപ്പെട്ടതാണ്. അത് ഹദീസിൽ വന്നിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു അതിഥി വന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഈ അതിഥിയെ ആരാണ് ഇന്ന് കൊണ്ടുപോയി സൽക്കരിക്കുക? അപ്പോൾ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ആ അതിഥിയെ സ്വീകരിച്ചു, വീട്ടിൽ കൊണ്ടുവരികയാണ്. അക്രിമി ദൈഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിൻ്റെ ഗസ്റ്റാണ്, അതിഥിയാണ്, അതുകൊണ്ട് ആദരപൂർവ്വം പെരുമാറണം, സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത്. ഹൽ ഇൻദക്കി ഷൈഉൻ, വീട്ടിൽ ഈ അതിഥിക്ക് തിന്നാൻ കൊടുക്കാൻ വല്ലതുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം മഹദി ഉമ്മു സുലൈം പറയാണ്, വല്ലാഹി മാ ഇൻദി ഇല്ലാ ഖൂത സിബിയാനി, കുട്ടികളുടെ ഭക്ഷണമേ ഉള്ളൂ, വേറൊന്നുമില്ല, നമുക്ക് പോലും തിന്നാനൊന്നുമില്ല, പിന്നെ എങ്ങനെയല്ലേ അതിഥിക്ക്? അപ്പോൾ അബൂ തൽഹ പറഞ്ഞ ആ വിഷയമൊക്കെ ഉണ്ടല്ലോ, അല്ലിലീഹിം വിഷയിൻ, കുട്ടികളെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് കുട്ടികൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഭക്ഷണം ഉദ്ദേശിക്കുകയാണെങ്കിൽ നവിമീഹിം, ഉറക്കി കിടത്താൻ വേണ്ടിയിട്ട് പറഞ്ഞ്, എന്നിട്ട് ഹൈ താമക്കി ഉള്ള ഭക്ഷണം, കുട്ടികളുടെ ഭക്ഷണം അത് ഒരുക്കാൻ പറഞ്ഞ്, വാസ്ബിഹി സിറാജയ്ക്ക് വിളക്ക് വെക്കാൻ പറഞ്ഞ്, അങ്ങനെ ഗസ്റ്റ് തിന്നാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വിളക്ക് അണക്കാൻ പറഞ്ഞ്, നമ്മളൊക്കെ ഭക്ഷിക്കുന്നതായിട്ട് കാണിക്കാൻ പറഞ്ഞ്, നമുക്ക് ഇന്ന് വിശന്ന് രാത്രി കഴിയാം, അതിഥി തിന്നട്ടെ എന്നൊക്കെ പറഞ്ഞ് അബൂ തൽഹ ഉമ്മു സുലൈമിനോട് പറഞ്ഞ ആ സംഭവം ഹദീസിൽ കാണാം. ഫഹയ്യ തആമഹ, ഉള്ള ഭക്ഷണം അവർ ഒരുക്കി, അങ്ങനെ വസ്ബഹത് സിറാജഹ, വിളക്കവർ ശരിയാക്കി, വനവമത് സിബിയാനിഹ അന്നഹ, കുട്ടികളെ അവർ ഉറക്കി, അങ്ങനെ പിന്നെ എന്ത് ചെയ്തു, അതിഥിക്ക് ഭക്ഷണം വെച്ചിട്ട് പിന്നെ അവർ വിളക്ക് നന്നാക്കാൻ എന്ന പോലെ ഭാവിച്ചിട്ട് എന്ത് ചെയ്തു, വിളക്ക് അവർ കെടുത്തി എന്നാണ്. കഅന്നഹ തുസ്ലിഹു സിറാജഹ ഫഅത്ഫഅത്ഹു എന്നാണ്, വിളക്ക് അവർ കെടുത്തി. അങ്ങനെ എല്ലാവരും ഭക്ഷിക്കാൻ വേണ്ടി ഇരുന്നു ഇരുട്ടത്ത്, വിളക്കിൽ കെട്ടില്ലേ, ഇന്നത്തെ പോലെ അന്ന് കത്തിക്കാനുള്ള സംരംഭങ്ങളും സാഹചര്യവും ഇല്ല, അതുകൊണ്ട് തന്നെ ഇരുട്ടിൽ എല്ലാവരും തിന്നാനിരുന്നു, അതിഥിയും അബൂ തൽഹയും മുസുലൈമും. അങ്ങനെ ഹദീസിൻ്റെ പ്രയോഗത്തിൽ നമ്മൾ വായിക്കണില്ലേ, ഫജഅല യുരിയാനിഹി അന്നഹുമ യഅകുലാൻ, മുസുലൈമും അബൂ തൽഹയും തിന്നുന്നത് പോലെ അഭിനയിച്ചു കാണിച്ചു എന്നാണ്. അങ്ങനെ ഫഅകല ദൈഫ്, അതിഥി ഭക്ഷിച്ചു, വബാത താവിയൈനി എന്നാണ്. മുസുലൈമും അബൂ തൽഹയും വിശന്ന് പറഞ്ഞ വയറ്റിൽ അവർ ചുരുണ്ടുകൂടി രാത്രി കഴിച്ചു കൂട്ടി. ആ സംഭവത്തിലാണ് ഫലമ്മ അസ്ബഹ ഗദാ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നേരം വെളുത്തപ്പോൾ അബൂ തൽഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിലേക്ക് ചെന്നു. അപ്പോഴാണ്, അതാണ് നമ്മുടെ വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രയോഗം, ഖദ് അജീബ അല്ലാഹു മിൻ സനീഇകുമാ ബിദൈഫികുമാ അല്ലൈല. എന്താ ഖദ് അജീബ അല്ലാഹ്, അള്ളാഹു ആശ്ചര്യപ്പെട്ടിരിക്കുന്നു, അത്ഭുതപ്പെട്ടിരിക്കുന്നു രാത്രി നിങ്ങൾ നിങ്ങളുടെ അതിഥികളെ കൊണ്ട് ചെയ്ത കാര്യത്തിൽ. തഫ്സീറുകളിൽ കാണാം, ഈ സംഭവത്തെ പുരസ്കരിച്ചാണ് സൂറത്തു ഹശ്റിലെ വചനം, വല്ലദീന തബവ്വഉ ഉദ്ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതു വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ വമൻ യൂഖ ശുഹ്ഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ എന്ന ആയത്തിറങ്ങിയത് ഈ സംഭവത്തെ പുരസ്കരിച്ചാണെന്നൊക്കെ നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ വായിക്കാം. ഇവിടെ ഖദ് അജിബല്ലാഹു മിൻ സനീഇകുമാ ബിദൈഫികുമാ അല്ലൈല എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രയോഗം. അതാണ് നമ്മുടെ ഇവിടെ വേണ്ട വിഷയം. ഇവിടെ ആശ്ചര്യം കൂറുന്നത് ആരാണ്? മാ അസ്ബറഹും അലന്നാർ. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് അള്ളാഹുവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം
ആശ്ചര്യം കൂറുക എന്നുള്ളത് അള്ളാഹിൻ്റെ വിശേഷണങ്ങളിൽപ്പെട്ടതാണ്. സൂറത്തു അസാഫാത്തിലെ ബൽ അജീബ്ത വയസ്ഖറൂൻ എന്ന ആയത്ത്, ആ ആയത്തിൻ്റെ ഖിറാഅത്തിൽ ബൽ അജീബ്ത വയസ്ഖറൂൻ, അവർ ശത്രുക്കൾ പരിഹസിക്കുന്നു, താങ്കൾ ആശ്ചര്യം കൂറുന്നു എന്ന അർത്ഥത്തിലാണല്ലോ ആ വചനം. താങ്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭിസംബോധന ചെയ്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അതാണ് അതിൻ്റെ പ്രസിദ്ധ ഖിറാഅത്ത്. ഭൂരിപക്ഷം പണ്ഡിതന്മാർ അങ്ങനെയാണ് പാരായണം ചെയ്തത്, ബൽ അജീബ്ത. എന്നാൽ ഈ ആയത്തിന് ഹംസ, പിന്നെ അതേപോലെ തന്നെ അലി അൽ കിസായി, ഹംസ ഇബ്നു സയ്യാത്തും അലി അൽ കിസായിയും അവരുടെ ഖിറാഅത്ത് ബൽ അജീബ്തു വയസ്ഖറൂൻ, ബൽ അജീബ്തു, ഞാൻ ആശ്ചര്യപ്പെട്ടു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഞാൻ ആശ്ചര്യപ്പെട്ടു, അള്ളാഹു സുബ്ഹാനഹു വ തആല ആശ്ചര്യപ്പെട്ടു എന്ന അർത്ഥത്തിൽ. ആ ഖിറാഅത്ത് ശരിയാണ്, സഹിഹായ ഖിറാഅത്താണ്. അപ്പോൾ അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത്ഭുതം എന്നതിനെ തന്നിലേക്ക് ചേർത്തതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആശ്ചര്യം കൂറുക എന്നുള്ള വിശേഷണം അത് അള്ളാഹ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ മാ അസ്ബറഹും അലന്നാർ, നരകശിക്ഷയേൽക്കാൻ, നരകശിക്ഷയിൽ കിടന്നെരിയാൻ അവർക്ക് എന്തൊരു സബറാണ് എന്ന് ആശ്ചര്യം കൂറുകയാണ് ആര്? അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന് തഫ്സീർ ചെയ്ത പണ്ഡിതന്മാരുണ്ട്. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഇവിടെ ആശ്ചര്യം കൂറൽ തന്നെയാണ്, പക്ഷേ ആര്? വിശ്വാസികൾ. ഇപ്പണി ചെയ്ത, ഈ കുറ്റകൃത്യം ചെയ്തവർ നരകത്തിൽ കിടന്നെരിയുമ്പോൾ അത് കാണുന്ന വിശ്വാസികൾ അവരാശ്ചര്യം കൂറും, അവർ ആശ്ചര്യപ്പെടും. വിശ്വാസികളാണ് ഇവിടെ ആശ്ചര്യപ്പെടുന്നത് എന്ന അർത്ഥത്തിലാണ് എന്നീ ആയത്തിനെ വിശദീകരിച്ച മുഫസ്സിറുകളും ഉണ്ട്. ഈ ആയത്തിൽ മറ്റൊരു വിഷയം, നരകശിക്ഷ ഏൽക്കുന്നതിൽ കുറ്റവാളികൾക്ക് യഥാർത്ഥത്തിൽ ക്ഷമയുണ്ടോ? അവർക്ക് ക്ഷമിക്കാൻ കഴിയുമോ? മറ്റുള്ളവർ ആശ്ചര്യപ്പെടാൻ മാത്രം ക്ഷമിച്ച് സഹിച്ച് നരകത്തിൽ കഴിയാൻ ഈ പാപികൾക്ക് കഴിയുമോ? അള്ളാഹു നമ്മളെ നരകത്തിൽ നിന്ന് കാക്കുമാറാവട്ടെ. നരകത്തിൽ കത്തുന്നവർ ക്ഷമിച്ച് സഹിച്ച് നരകത്തിൽ തുടരാനാണോ കൊതിക്കുക? അതല്ല, നരകശിക്ഷ സഹിക്കാനും അതിൽ ക്ഷമിക്കാനും കഴിയാതെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ അതിൽ ജീവനറ്റ് നശിക്കാൻ കൊതിക്കുകയാണോ ചെയ്യുക? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എന്താ? നരകത്തിൽ കത്തുന്നവർ റബ്ബന അഖ്രിജ്ന മിൻഹ ഫൈൻ ഉദ്ന ഫഇന്നാ ളാലിമൂൻ എന്നല്ല പറഞ്ഞ്, റബ്ബന അഖ്രിജ്ന മിൻഹ, ഈ നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ പുറത്തെടുക്ക് എന്ന് അള്ളാഹിനോട് കഴിയല്ല ചെയ്യുക. അതേപോലെ യാ മാലിക് ലിയഖ്ദി അലൈന റബ്ബുക്, നരകത്തിൻ്റെ കാവൽക്കാർക്ക് നേതാവായ മലക്കാണ് മാലിക്. ആ മാലിക് എന്ന മലക്കിനെ വിളിച്ചിട്ട് നരകത്തിൽ കത്തുന്നവർ പറയും, റബ്ബിനോടൊന്ന് പറയാൻ, ഞങ്ങളെ റബ്ബ് ഈ നരകത്തീയിൽ മരിപ്പിക്കട്ടെ. ഇതല്ലേ യാഥാർത്ഥ്യം? നരകത്തീയിൽ ക്ഷമിക്കാൻ സഹിക്കാൻ നരകാർഹർക്ക് കഴിയില്ല എന്നുള്ളതാണ്. ഒരു ഹദീസിൽ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള വചനമായിട്ടാണ് ഇമാം തബറാനി അവിടുത്തെ മുഅ്ജമിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. അതിൽ പറയുന്നത് നരകാർഹർ മാലിക്കിനെ വിളിക്കുമെന്നാണ്. എന്നിട്ട് അവർ യാ മാലിക് ലിയഖ്ദി അലൈന റബ്ബുക്, മാലിക് താങ്കളുടെ റബ്ബ് ഞങ്ങളെ മരിപ്പിക്കട്ടെ എന്ന് മാലിക്കിനെ വിളിച്ചിട്ട് കേഴും. മാലിക് റബ്ബിനോട് പറയാൻ ഇവരെ മരിപ്പിക്കാൻ. ഹദീസിൽ കാണാം, ആ നിവേദനത്തിൽ കാണാം, ഫല യുജീബുഹും 40 ആമെന്നാണ്. മാലിക്കിനോട് കേണാൽ മാലിക് എന്ന മലക്ക് ഇവരോട് പ്രതികരിക്കൽ 40 വർഷം കഴിഞ്ഞിട്ടാണെന്നാണ്. 40 വർഷം കഴിഞ്ഞിട്ട് എന്താ പ്രതികരിക്കുക? നിങ്ങളെ മരിപ്പിക്കാൻ ഞാൻ പറയാമെന്നാണോ? അല്ലെങ്കിൽ നാഥൻ നിങ്ങളെ മരിപ്പിക്കുന്നാണോ? അല്ല, ഇന്നകും മാകിസൂൻ, നിങ്ങൾ ഈ നരകത്തിൽ തന്നെ കാലം കഴിക്കുന്നവരാണ് എന്നാണ് പ്രതികരിക്കുക. വീണ്ടും ഈ നരകത്തിൽ കത്തുന്നവർ പറയുമെന്നാണ്. അവിടെ മാലിക്കിനോടല്ല, പിന്നെയോ അവിടെ റബ്ബിനെയാണ് അവർ വിളിക്കുക. റബ്ബന ഗലബത് അലൈന ശിഖ്വതുന വകുന്ന ഖൗമൻ ളാല്ലീൻ, റബ്ബെ ഞങ്ങളുടെ ദൗർഭാഗ്യം ഞങ്ങളെ ഭരിച്ചു, ഞങ്ങളിൽ അതിജയിച്ചു, ഞങ്ങൾ വഴിപിഴച്ച ഒരു വിഭാഗമായിരുന്നു എന്നവർ തങ്ങളുടെ കുറ്റം അള്ളാഹിനോട് ഏറ്റു പറഞ്ഞിട്ട് പറയും, റബ്ബന അഖ്രിജ്ന മിൻഹ ഫഇൻ ഉദ്ന ഫഇന്നാ ളാലിമൂൻ, റബ്ബെ ഈ നരകത്തിയിൽ നിന്ന് നീ ഞങ്ങളെ പുറത്തെടുക്കും, എന്നിട്ട് ഞങ്ങൾ വീണ്ടും വഴികളിലേക്ക് മടങ്ങുകയാണ് എങ്കിൽ ഞങ്ങൾ അക്രമികൾ തന്നെ എന്ന് അവർ റബ്ബിനോട് കേഴും, റബ്ബന അഖ്രിജ്ന മിൻഹ എന്ന്. ഫലാ യുജീബുഹും മിസ്ല ദുന്യ എന്നാണ്. ദുന്യാകാലം എത്രയായിരുന്നു അത്രയും കാലം അല്ലാഹു സുബ്ഹാനഹു തആല അവരോട് പ്രതികരിക്കൂല, അവരുടെ ഈ തേട്ടത്തിനോട് പ്രതികരിക്കൂല. പിന്നീട് പ്രതികരിക്കും. എന്താ പ്രതികരിക്കുക? ഇഖ്സഉ ഫീഹ വലാ തുകല്ലിമൂൻ, ആ നരകത്തിയിൽ നിങ്ങൾ പതിതരായി കഴിയുക, എന്നോട് മിണ്ടി പോകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പ്രതികരിക്കുമെന്നാണ്.
അതോടുകൂടി ഈ നരകാർഹർ നിരാശക്കടിപ്പെട്ട് ഇച്ഛാഭംഗപ്പെട്ട് നരകത്തിൽ തുലയും കഴിയും. ഫമാ ഹുവ ഇല്ല സഫീറു വശഹീഖ് തുഷ്ബിഹു അസ്വാത്തുഹും അസ്വാത്തൽ ഹമീർ, ഇങ്ങനെയൊക്കെ കാണാം പ്രയോഗത്തിൽ. പിന്നെ അവർക്ക് ഈ സഫീറും ഷഹീഖും മാത്രമേ ഉള്ളൂ. അവർക്ക് ഈ ദീനരോധനങ്ങൾ, അട്ടഹാസങ്ങൾ, അവരുടെ ശബ്ദം കഴുതയുടെ ശബ്ദത്തെ പോലെ, അള്ളാഹു നരകത്തിൽ നിന്ന് നമ്മളെ കാക്കുമാറാവട്ടെ, നഊദു ബില്ലാഹ്, അങ്ങനെയുള്ള ഗർജനം മാത്രം, അല്ലെങ്കിൽ അങ്ങനെയുള്ള അലർച്ച മാത്രം, അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്, അതായിരിക്കും അവർക്ക് എന്നാണ്. അപ്പോൾ ഇവിടെ ഈ നിവേദനമൊക്കെ ഞാൻ കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ നരകത്തിൽ ക്ഷമിച്ച് കഴിയാൻ, സഹിച്ച് കഴിയാൻ ഇവർക്കാകുമോ? ഒരിക്കലും ആവില്ല. പിന്നെ എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഫമാ അസ്ബറഹും അലന്നാർ എന്ന് പറഞ്ഞത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞത് അള്ളാഹു അവരെ കുറ്റപ്പെടുത്തുകയാണ്. അള്ളാഹു വ്യക്തമാക്കാൻ പറഞ്ഞത്, അള്ളാഹു വിവരിച്ചു കൊടുക്കാൻ പറഞ്ഞത്, വേദ സത്യങ്ങളെ പ്രചരിപ്പിക്കാൻ പറഞ്ഞത്, പൂഴ്ത്തുന്നതിൽ മൂടുന്നതിൽ ക്ഷമിച്ച് സഹിച്ച് കഴിഞ്ഞവരാണ് ഈ കൂട്ടർ. അതിനവർ നന്നായി സാഹസപ്പെട്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അവതീർണമായ വിധികളെ ഒക്കെ പ്രത്യേകിച്ച് വിശുദ്ധ മദീനയുടെ സാഹചര്യത്തിൽ തമസ്കരിക്കാനും പൂഴ്ത്താനും ഒളിപ്പിക്കാനും നന്നായി പാടുപെട്ടിരുന്നു പുരോഹിതവർഗം. പൗരോഹിത്യം അന്ന് മാത്രമല്ല എക്കാലത്തും അങ്ങനെയാണ്. ഒളിപ്പിക്കാനും പൂഴ്ത്താനും മറക്കാനും അവർ നന്നായി സാഹസപ്പെടും. അതിൽ പിടിച്ചു നിൽക്കും, സഹിച്ചും ക്ഷമിച്ചും കാലം കഴിയും. അതേപോലെ അവർക്ക് നരകത്തിലും കാലം കഴിക്കേണ്ടി വരും എന്നത് ബോധ്യപ്പെടുത്താൻ, അവരുടെ ഈ ദുഷ്ട ചെയ്തിയിൽ അവരെ ആക്ഷേപിക്കാനും കുറ്റപ്പെടുത്താനും ഒരു പ്രയോഗം മാത്രമാണ് മാ അസ്ബറഹും അലന്നാർ. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ എന്ന് പറയും. ചെയ്ത പ്രവൃത്തിയുടെ അതേ ഗണത്തിലാണ് പ്രതിഫലവും എന്നാണ്. തെറ്റിൽ അവർക്ക് നല്ല സഹനവും ക്ഷമയും ഒക്കെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ തെറ്റിനുള്ള ശിക്ഷയിൽ അവർക്ക് കഴിയേണ്ടി വരും, പിടിച്ചു നിൽക്കേണ്ടി വരും, സഹിക്കേണ്ടി വരും എന്ന ബോധനത്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രയോഗം നടത്തിയത്, ഫമാ അസ്ബറഹും അലന്നാർ എന്ന്. അതില്ല എങ്കിൽ നരകത്തി ഒരിക്കലും സഹിക്കാനും ക്ഷമിക്കാനുമാകാത്ത കൊടിയ ശിക്ഷയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും സൂറത്തുൽ ബഖറയിലെ ഈ 175-ാം വചനത്തിൻ്റെ തഫ്സീറിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയങ്ങളെ പണ്ഡിതന്മാർ ഉണർത്തിയതാണ് ഇവിടെ കേൾപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് 176-ാം വചനം വിശദീകരിക്കാം. ഇതുമായി ബന്ധപ്പെട്ടാണ്. നമുക്കതിൽ ചില ചരിത്രങ്ങളും സംഭവങ്ങളുമൊക്കെ മനസ്സിലാക്കാനുണ്ട്. ബിഇദ്നില്ലാഹ് അടുത്ത എപ്പിസോഡിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.